ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ സ്ലൈഡ് ഷോ മോഡിൽ ഇടുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബ്ലാക്ക് ബോർഡോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോർഡോ നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഈ ഒരു സമയത്ത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഇപ്പോൾ ഒരു മാത്സിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. അപ്പോൾ നമ്മൾക്കറിയാം, നമുക്ക് അതിൽ എഴുതിയൊക്കെ കാണിക്കണമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡോ ഇൻസേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ എഴുതി കാണിക്കാൻ സാധിക്കും. നമുക്ക് സ്ലൈഡിൽ എഴുതാൻ സാധിക്കും. സ്ലൈഡിൽ എഴുതുമ്പോൾ അതിലുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഇമേജിന്റെ മുകളിൽ കയറിപ്പോകും, ഇല്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിന്റെ മുകളിൽ കയറിപ്പോകും. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ കാണാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു വൈറ്റ് ബോർഡോ ബ്ലാക്ക് ബോർഡോ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് ഇത് ചെയ്തു നോക്കുവാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പ്രസന്റേഷൻ ഈ ഒരു പ്രസന്റേഷൻ ആണ്. ഈ ഒരു പ്രസന്റേഷനകത്ത് നമ്മൾക്ക് ഇത് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് സ്ലൈഡ് ഷോ മോഡിലോട്ട് സ്വിച്ച് ചെയ്യാം. സ്ലൈഡ് ഷോയുടെ ഷോർട്ട് കട്ട് കീ F5 ആണ്. നമ്മളുടെ കീബോർഡിലുള്ള F5 കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് സ്ലൈഡ് ഷോ മോഡിലോട്ട് വരുന്നതാണ്. നമ്മൾക്ക് ഇനി അടുത്ത സ്ലൈഡിലോട്ട് നമ്മൾ സാധാരണ പോകുന്നത് പോലെ തന്നെ പോകാൻ സാധിക്കും. നമ്മൾക്ക് ഇനി അടുത്ത ഒരു സ്ലൈഡ് ഒരു വൈറ്റ് ബോർഡ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ കീബോർഡിലെ W പ്രസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ W പ്രസ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു വൈറ്റ് ബോർഡ് വന്നിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾക്ക് ഇതിൽ ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡ്രോ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് താഴെയുള്ള പെന്നിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം പെൻ എന്നത് ചൂസ് ചെയ്താൽ മതി. നമ്മൾക്ക് ഹൈലൈറ്ററും ഉണ്ട്, ലേസർ പോയിന്ററും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് പെൻ ചൂസ് ചെയ്ത ശേഷം പെന്നിന്റെ കളറും നമ്മൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ഇട്ട ശേഷം ഞാൻ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് ഡ്രോ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കും, നമ്മൾക്ക് ഇവിടെ ഡ്രോ ചെയ്തത് മൊത്തം അവിടെ വന്നിട്ടുണ്ട് എന്ന്. നമ്മൾക്ക് ഇതിനെ ഇറേസ് ചെയ്യുവാനായിട്ട് ആ ഒരു പെന്നിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇറേസ് ഓൾ ഇങ്ക് ഓൺ ദ സ്ലൈഡ് ഉണ്ട്, ഇറേസറും ഉണ്ട്. ഞാൻ ഇറേസ് ഓൾ ഇങ്ക് ഓൺ ദ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്ലൈഡിലെ എല്ലാ ഇങ്കും ഇറേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തത് ഒരു ബ്ലാക്ക് ബോർഡ് ആണ്. നമുക്ക് ബ്ലാക്ക് ബോർഡ് എടുക്കുവാനായിട്ട് നമ്മൾക്ക് നമ്മളുടെ കീബോർഡിലെ B പ്രസ് ചെയ്താൽ മതി. B ഫോർ ബ്ലാക്ക് ബോർഡ്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ബ്ലാക്ക് ബോർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലും അനോട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് അനോട്ടേറ്റ് ചെയ്യുവാനായിട്ട് ആ ഒരു പെന്നിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് പെന്നാണോ ഹൈലൈറ്റർ ആണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ കളറും ചൂസ് ചെയ്യുക. ഇനി നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു സ്ലൈഡിൽ അനോട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ അനോട്ടേറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾക്ക് അനോട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് മൂവ് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് നമ്മളുടെ കീബോർഡിലുള്ള ആരോ കീ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ നമ്മൾക്ക് നമ്മളുടെ സ്ലൈഡ് ഷോ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഒരു വൈറ്റ് ബോർഡും ബ്ലാക്ക് ബോർഡും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഫ്യൂച്ചറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.